2026 ഒരു ഡിഗ്രി ലെവൽ ജോലി എന്നതാണ് നിങ്ങളുടെ സ്വപ്നമെങ്കിൽ ഇവൻ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അത് നേടിയെടുക്കാൻ സാധിക്കും. അതിന് കൃത്യമായൊരു റോഡ് മാപ്പ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് തരുന്നതാണ്. സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഞാൻ അനുദീപ്. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തെ ക്ലാസ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പുതിയ PSC പാറ്റേണിൽ പഠിക്കുമ്പോൾ ചോദ്യപേപ്പറിൻ്റെ പൾസ് അറിഞ്ഞ് പഠിക്കണം. ട്രെൻഡ് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം. അത് എളുപ്പപ്പണിയാണ്. നിങ്ങൾ ഭയങ്കര സംഭവമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല. ഇവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഒറ്റ ഇക്വേഷനാണ്, ഒരു ബ്യൂറോക്രാറ്റിക് ഇക്വേഷൻ. അതായത് വിജയം, സക്സസ് എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കിൻ്റെയും ഹാർഡ് വർക്കിൻ്റെയും റിസൾട്ടാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, മാസ് റിക്രൂട്ട്മെന്റ് ആണ് ഡിഗ്രി ലെവലിൽ നടക്കാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് ഇൻസ്പെക്ടർ, ജയിൽ, ഇതിൻ്റെ ഒക്കെ പരീക്ഷകൾ വരാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. പല വീഡിയോയിലും ഞാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും പല ആൾക്കാർക്കും അത് കൃത്യമായി മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഒരു വീഡിയോ കൂടി ചെയ്യുന്നത്. ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? PSC തരുന്ന സിലബസ് കൃത്യമായി അരച്ച് കലക്കി പഠിക്കാം. കുറച്ചൊരാഴത്തിൽ ഇറങ്ങി പഠിക്കാം. തത്തമ്മയെ പൂച്ച പഠിക്കാതെ കോണ്ടെക്സ്റ്റ് അറിഞ്ഞ്, പശ്ചാത്തലം അറിഞ്ഞ്, വിശകലനാത്മകമായി കഥകളിൽ കൂടെയൊക്കെ പഠിക്കുക. അതാണ് ഏറ്റവും എൻഗേജിങ്, ഏറ്റവും രസകരമായ പഠനം അത് തന്നെയാണ്. അതിനോടൊപ്പം സ്മാർട്ട് വർക്കും ചെയ്യുക. ഇവിടെ നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് സിലബസ് ഒക്കെ പഠിച്ചാലും നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങളെ കറക്കി കുത്തി എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് ആ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. എല്ലാ ചോദ്യത്തിനൊന്നും വർക്കൗട്ട് ആവില്ല കേട്ടോ, പക്ഷെ ചില ചോദ്യങ്ങൾ വർക്കൗട്ട് ആവും. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചേർത്ത് വെച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള ഡിഫിക്കൽട്ട് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് വരും. ഇത് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയിലെ ചോദ്യമാണ്. എന്തൊരു വലിയ ചോദ്യമാണ്. ഒരു ശരാശരി വിദ്യാർത്ഥി ഇത് കണ്ടാൽ സ്കിപ്പ് അടിക്കും. പക്ഷേ സ്മാർട്ട് വർക്ക് കയ്യിലുള്ള ഒരു വിദ്യാർത്ഥി ഇതിൻ്റെ ഉത്തരം വെറും 4-5 സെക്കൻഡ് കൊണ്ട് കണ്ടെത്തും. നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക? നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കിയാലോ. ബേസിക് നോളജ്, ഏറ്റവും ബേസിക്കായി PSC പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് നോക്കാം. കോളം A 2, 3 ഈ 3 കോളംസ് ഫില്ല് ചെയ്ത് ഇതിനകത്ത് ഏതാണ് ഉത്തരം വരുന്നതെന്നാണ് ചോദ്യം. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ആകെ അൺകോൺഷ്യസ് ആയി പോകും. പക്ഷെ നിങ്ങൾ നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വൈറ്റമിൻ A റെറ്റിനോൾ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. റെറ്റിനോൾ മീൻസ് റെറ്റിനയുമായി ബന്ധമുണ്ട്, കണ്ണുമായി എന്തോ ഒരു ബന്ധമുള്ള സാധനമാണത്. അപ്പോൾ ഈ 4 ഓപ്ഷൻസിലും കണ്ണുമായി ബന്ധമുള്ള ഒരേ ഒരു ഓപ്ഷൻ 4 ആണ്. സോ 1 എന്ന് പറയുന്നത് 4മായി ലിങ്ക്ഡ് ആണ്. ഫസ്റ്റ് ക്ലൂ കിട്ടി. ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോരുന്നത് ഓപ്ഷനിലേക്ക് തന്നെ പോകണം. 1, 4 വരുന്ന 2 ഓപ്ഷൻ ബിയും ഡിയും മാത്രമാണ്. അപ്പം തന്നെ നിങ്ങൾ എയും സി എലിമിനേറ്റ് ചെയ്തു. എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നേ എത്ര ഡിഫിക്കൽട്ട് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കേണ്ടതാണ്. അപ്പോൾ ബി അല്ലെങ്കിൽ ഡി മാത്രമേ ഉത്തരം വരത്തുള്ളൂ. രണ്ടിലും 2, 3, 3 ഉണ്ട് അല്ലേ? 2, 3, 3 ഉണ്ട്. നോക്കി, 2, 3, ഈ 3, 1 ഈ 4 ആണ്, പിന്നെ ഈ 4 ആണ്. കണ്ടു. അപ്പോൾ ഈ ഒരു സെഗ്മെന്റ് വായിച്ച് നോക്കിയത് പോലുമില്ല, പക്ഷെ അത് ശരി ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്തത് PSC പഠിച്ചു തുടങ്ങുന്ന ഏതൊരു കൊച്ചു കുഞ്ഞെന്ന് അറിയുന്നൊരു ഫാക്ട് ഉണ്ട്. നമ്മുടെ ബ്ലഡ് ക്ലോട്ടിങ്, രക്തക്കട്ട പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ K ആണ്. സോ വൈറ്റമിൻ K ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഓപ്ഷൻ 1 ആണ്. സോ 4 1 ആണ്. 4 1 ആണെങ്കിൽ ഇത് മാത്രമേ ഉത്തരം വരത്തുള്ളൂ. ബി മാത്രമേ ഉത്തരത്തിൽ എത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ഇതൊന്നും വായിച്ചിട്ടില്ല. കോളം 3 സെഗ്മെന്റ് നിങ്ങളുടെ കണ്ണ് പോലും എത്തിയിട്ടില്ല. സ്റ്റിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. നമുക്ക് സ്മാർട്ടായി ചിന്തിച്ച് ഒരു ബ്യൂറോക്രാറ്റ് ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നത് പോലെ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനല്ല, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതാണ് ബ്യൂറോക്രാറ്റിക് മൈൻഡ്. ഈ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് ട്രെയിൻ ചെയ്യിക്കാൻ. ഇതിന് നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ കിട്ടുന്നതാണ്. ഈ ഒരു പാറ്റേൺ നിങ്ങൾക്കൊരു അഫോർഡബിൾ കോഴ്സിൻ്റെ ഭാഗമായി പഠിക്കണമെങ്കിൽ ഞങ്ങൾ ലോങ് ടേം ഡിഗ്രി ലെവൽ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ്, SI, ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ ഈ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ഒരു അടിത്തറ ഇട്ട് തരുന്ന ഒരു ബാച്ച് തന്നെയായിരിക്കും ഇത്. ഈ പല പരീക്ഷകളും ഞാൻ റാങ്ക് ഹോൾഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ PSCയുടെ പരീക്ഷയുടെ പൾസ് അറിഞ്ഞ് പഠിക്കാൻ നിങ്ങൾ ഉറപ്പായി സഹായിക്കും. നേരത്തെ പറഞ്ഞതുപോലെ കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ പോരാ, ആഴത്തിലുള്ള പഠനവും വേണം. വൈറ്റമിൻ എയെ പറ്റി സമഗ്രമായി പഠിക്കണം. D, E, K ഇതിനെയൊക്കെ പറ്റി നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കണം. ഞങ്ങൾ അതിനുള്ള ക്ലാസ്സുകളും തരും. പക്ഷേ അതിനോടൊപ്പം സ്മാർട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഇൻറ്റൻസീവ് ട്രെയിനിങ്ങും ഈ ബാച്ചിൻ്റെ ഭാഗമായിരിക്കും. സോ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് റെഡിയാണ്. ഈ ബാച്ചിലേക്ക് വരാവുന്നതാണ്.
ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ, കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാച്ചിന് ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടെ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് അത്തരത്തിലുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ നിങ്ങൾ എക്കണോമിക്സ് ഒന്നും പഠിച്ചിട്ടില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ നോക്കാം. ചോദ്യം എന്താണ്? മേജർ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ്, അല്ലേ, ഫിനാൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏതാണെന്ന ചോദ്യം. എല്ലാവർക്കും അറിയാവുന്ന ഒരാളേ ഉള്ളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അല്ലേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾ റെഗുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. സപ്പോസ് അതും അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതും അറിയത്തില്ല. പക്ഷേ ചോദ്യം എന്താണ്? ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡി ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ കണ്ടോ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ അല്ലേ ഇത്? അപ്പോൾ അത് ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡി ആയല്ലേ പറ്റൂ. റെഗുലേറ്ററി ബോഡി ഏതാണെന്നാണ് ചോദ്യം. ഫിനാൻഷ്യൽ സെക്ടർ, സാമ്പത്തിക മേഖലയിൽ റെഗുലേറ്ററി ബോഡീസ്. അപ്പോൾ ഇൻഷുറൻസ് റെഗുലേറ്ററി ബോഡി എന്തായാലും ഇതിനകത്ത് വന്നല്ലേ പറ്റൂ. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണ്. അപ്പോൾ ഫോർത്ത് സ്റ്റേറ്റ്മെന്റിലുള്ള രണ്ട് ഓപ്ഷൻ സിയും ഡിയും മാത്രം. അപ്പം തന്നെ നിങ്ങൾ എയും ബിയും എലിമിനേറ്റ് ചെയ്തു. ഇത് നിങ്ങൾ നോക്കിയേ, 1, 2, 4 ശരിയുത്തരമായേ പറ്റൂ, അല്ലേ. 1ഉം 2ഉം 4ഉം രണ്ട് ഓപ്ഷനുള്ള ശരിയുത്തരമായി വരത്തുള്ളൂ. നിങ്ങൾ 2 വായിച്ചു പോലും നോക്കില്ല, സ്റ്റിൽ സെബി റെഗുലേറ്ററി ബോഡിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി അടുത്ത ചോദ്യം സി ആണോ ഡി ആണോ ഇതിൻ്റെ ഉത്തരം എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡി ഏതാണെന്ന ചോദ്യം. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ, നബാർഡ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്. ഈ ബാങ്കുകൾ ഒരു ഫിനാൻഷ്യൽ ബോഡിയാണ്. ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡി ആരാന്നാണ് ചോദിച്ചത്. അപ്പോൾ ഒരു ബാങ്ക് ഇതുപോലെ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡി ആവാൻ പറ്റും? ഒരു ബാങ്കിന് അത്തരത്തിലൊരു ബോഡി ആവാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം കാനറ ബാങ്ക്, ഈ ഓപ്ഷനിൽ കാനറ ബാങ്ക് ഉണ്ടെങ്കിൽ അതൊരു ഫിനാൻഷ്യൽ ബോഡിയാണ്, ഒരു ബാങ്കാണ്. അത് ഇത്തരം ബോഡികളെ റെഗുലേറ്റ് ചെയ്യുന്നൊരു ബോഡി ആവാൻ അതിന് പറ്റുമോ? അല്ലെങ്കിൽ യൂണിയൻ ബാങ്ക് വരുന്നു, HDFC ബാങ്ക് വരുന്നു, അത് തെറ്റല്ലേ? ഇപ്പം കോമൺ സെൻസ് അത് തെറ്റാന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താം. എനിക്കറിയാം ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, ഒറ്റയടിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനൊന്നും പറ്റത്തില്ല. നിരന്തരമായ പരിശീലനമാണ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വേണ്ടത്. ധാരാളം ഫ്രീ വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് എലിമിനേഷൻ ടെക്നിക്സിൻ്റെ കോൺടെക്സ്റ്റിൽ. അപ്പോൾ പുതിയ പാറ്റേണിൽ ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇതൊക്കെ കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിൽ ചോദ്യപേപ്പറാണേ. നമുക്ക് ഒരു ചോദ്യം കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, 64ാമത്തെ ചോദ്യം. ഇത് സ്പെഷ്യൽ ടോപ്പിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്, അതാണ് കോമഡി. പക്ഷേ ഇതിന് ഉത്തരം നമ്മൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ പോലും കിട്ടും. പഠിക്കണം, നമ്മൾ ആഴത്തിലിറങ്ങി പഠിക്കണം. പക്ഷേ നമുക്ക് അറിയാത്ത ചോദ്യങ്ങൾ എന്തായാലും വരും. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ കണ്ടെത്താൻ സാധിക്കണം. ഇതാണ് സിവിൽ സർവീസസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്, സ്മാർട്ട് വർക്ക് എന്ന് പറയും. ആ പാറ്റേണിലാണ് ഇപ്പോൾ കേരള PSC പരീക്ഷകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാറ്റേൺ അനുസരിച്ച് നമുക്കൊന്ന് മാറാം. ആ ഒരു ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. രാധാകൃഷ്ണൻ കമ്മീഷൻ നിങ്ങൾ ആരും പഠിച്ചിട്ടില്ല. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ അഭിപ്രായം അനുസരിച്ച് ഹയർ എഡ്യൂക്കേഷൻ, ഉന്നത വിദ്യാഭ്യാസം, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന ചോദ്യം, അല്ലേ. നമുക്കറിയാം LKG ഉണ്ട്, UKG ഉണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, അല്ലേ. പിന്നെ കോളേജ് ഉണ്ട്, പിന്നെ PG, അതൊക്കെയാണ് ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെയൊക്കെ പോകും. ആ ഹയർ എഡ്യൂക്കേഷൻ്റെ ഉദ്ദേശത്തിൽ പെടാത്തത്, നോട്ട് ഇൻക്ലൂഡഡ് ഏതാണെന്ന ചോദ്യം. ഇപ്പം 4 ഓപ്ഷൻസ് ഉണ്ട്. അതിനർത്ഥം ഇതിനകത്ത് ഏതോ ഓരോ ഓപ്ഷൻ പെടാത്തതും ബാക്കി 4 റെക്കമെൻഡേഷനകത്ത് ഉള്ളതുമാണെന്നാണ് അതിനർത്ഥം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ടു ഡെവലപ്പ് ഗ്രേറ്റ് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാ നോക്കിയാൽ മതി. ഒന്നാമത്തെ പ്രസ്താവന പറയുന്നു രാഷ്ട്രീയത്തിലും സയൻസിലും അല്ലെങ്കിൽ കൊമേഴ്സിലും അഡ്മിനിസ്ട്രേഷനിലും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന വ്യക്തിത്വങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശം ഇത് തന്നെയല്ലേ? സപ്പോസ് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ മാറ്റി വെച്ചു, സ്കിപ്പ് ചെയ്ത് അടുത്ത ഓപ്ഷനിലേക്ക് പോയേ. ഡെമോക്രാറ്റിക് വാല്യൂസ്, പീസ് ആൻഡ് ഹാർമണി. വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളും ശാന്തിയും സമാധാനവും ഒക്കെ വളർത്തുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അവിടെ വെച്ചോളൂ. രണ്ടാമത് ടു റിഫോം സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇവിടെ ഹയർ എഡ്യൂക്കേഷനെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് സെക്കൻഡറി എഡ്യൂക്കേഷൻ റിഫോം ചെയ്യണമെന്ന്. ഓക്കെ, നിങ്ങൾ ആലോചിച്ചു, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഒരു കമ്മീഷൻ വരുന്നു ഇരിക്കട്ടെ. ആ കമ്മീഷൻ റെക്കമെൻഡേഷനകത്ത് അംഗൻവാടികളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അംഗൻവാടികളെ എങ്ങനെ റിഫോം ചെയ്യണം എന്നത് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനെ പറ്റിയല്ലേ ചർച്ച ചെയ്യുന്നത്. LKG പറ്റി UKG പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടോ? ചർച്ച ചെയ്യത്തില്ലെന്നല്ല പറയുന്നത്. ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാ നമ്മൾ നോക്കേണ്ടത്. ഡി എന്താ? സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഒറ്റയാൻ ആരാണ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളാണ് ഈ ചോദ്യം ഉത്തരം, നിങ്ങളാണ് എക്സാം ഹോളിൽ ഇരിക്കുന്നതെങ്കിൽ ഈ ഓപ്ഷൻസിൽ ഒറ്റയാൻ ആരാണ്? ഒരു കമ്മീഷൻ റെക്കമെൻഡേഷൻ കൊടുക്കുമ്പോൾ റെക്കമെൻഡേഷൻസിന് പരസ്പര ബന്ധം ഉണ്ടായിരിക്കണമല്ലോ. ഇവിടെ പരസ്പര ബന്ധമില്ലാത്ത മാറി നിൽക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ പറയാം. അപ്പോൾ ഈ ഒരു ചോദ്യം
ആഴത്തിൽ എത്രത്തോളം നമ്മൾ പഠിക്കണം എന്നുള്ളത് മറ്റൊരു ഉദാഹരണം. അതിനെ കറക്കി കുത്താൻ മാത്രമാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കറക്കി കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നമ്മളതിൻ്റെ കൂടെ സിലബസ് ചിട്ടയായിട്ട് പഠിക്കണം. അതും കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റ് വെച്ച് തന്നെ പഠിക്കണം. റാങ്ക് ഫയൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ റാങ്ക് ഫയൽ മാത്രം പഠിച്ചിട്ട് ഇനിയുള്ള കാലത്ത് ഒരു കാര്യമില്ല. റാങ്ക് ഫയലിനോടൊപ്പം അഡ്വാൻസ്ഡ് പുസ്തകങ്ങൾ, ലക്ഷ്മികാന്ത് അല്ലെങ്കിൽ ബിപിൻ ചന്ദ്ര, രമേഷ് സിംഗ്, അത്തരത്തിലുള്ള പുസ്തകങ്ങൾ നമ്മൾ കൃത്യമായി പഠിച്ച് പോകണം. അപ്പോൾ ആഴത്തിൽ പഠിക്കുക. AP എന്ന് നമ്മൾ പറയുന്നത് തന്നെ ആഴത്തിൽ പഠിക്കുക. KK മീൻസ് കറക്കി കുത്തുക. ഓക്കെ, ഈ ചോദ്യം നോക്കിയേ. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം നമ്മുടെ സിലബസിലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണത്. ഇതൊരു UPSC നിലവാരത്തിലുള്ള ചോദ്യമാണ്. ചോദ്യം എന്താണ്? ഡിറ്ററൻസ് റിലേഷൻഷിപ്പ്. എന്താ ഡിറ്ററൻസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സമയത്ത് തടഞ്ഞു നിർത്തുക, ഡിറ്റർ ചെയ്യാന്നാണ് ഡിറ്ററൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മഹാശക്തികൾ, സൂപ്പർ പവേഴ്സ്, ഇപ്പോൾ റഷ്യ ഉണ്ട്, അമേരിക്ക ഉണ്ട്, അതുപോലെ സൂപ്പർ പവേഴ്സിനിടയിലുള്ള ഡിറ്ററൻസ് റിലേഷൻഷിപ്പ്, അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ബോത്ത് സൈഡ്സ് ഹാവ് കപ്പാസിറ്റി. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കാര്യം ഇത് നമുക്കിങ്ങനെ വെറുതെ കറിയിക്കാൻ നോക്കത്തില്ല, പശ്ചാത്തലം അറിയണം. ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസി, ഇന്ത്യക്കും ആണവായുധങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയുടെ നയം എന്താണെന്നറിയോ? ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന് പറയും, CMD. നമ്മൾ എന്തിനാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കുന്നത്? ബിക്കോസ് നമ്മളെ ആരും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ. കാര്യം നമ്മളൊരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അയാൾ 2 പ്രാവശ്യം ചിന്തിക്കും, എടാ അവൻ്റെ കയ്യിൽ അണുവായുധമുണ്ട്, അപ്പോൾ അവനെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവൻ തിരിച്ചു കയറി മാന്തും, ഏത് സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ. അപ്പോൾ അതാണ് ഒരു വെപ്പൺ, അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആരും നമ്മൾ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ല. നല്ലൊരു ആയുധം എന്ന് വെച്ചാൽ ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ ഇടവരുത്താത്ത ആയുധമാണ്. കാര്യം മറ്റുള്ളവർ പേടിച്ച് നിൽക്കണം നമ്മൾ ആയുധം കണ്ട്. അതാണ് ഡിറ്ററൻസ് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ആണവായുധങ്ങളുടെ ഉദ്ദേശം അതാണ്. മറ്റാരും നമ്മളെ ഇങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ അവർക്ക് തോന്നരുത്. കാര്യം നമ്മുടെ അണുവായുധം ഉണ്ടെന്നുള്ളൊരു പേടി അവരുടെ മനസ്സിൽ വേണം. ചോദ്യം ഇതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, അപ്പോൾ സപ്പോസ് 2 അണുവായുധമുള്ള രാജ്യങ്ങളുണ്ടെന്നിരിക്കട്ടെ, അവർക്കിടെ യുദ്ധം സംഭവിച്ചെന്താണ് സംഭവിക്കും? ഒരാൾ അണുവായുധം ഇങ്ങോട്ട് ഉപയോഗിക്കും, മറ്റേ ആൾ തിരിച്ച് അങ്ങോട്ട് ഉപയോഗിക്കും. 2 രാഷ്ട്രങ്ങൾ തകർന്ന് തരിപ്പടമാവും. ഇതാണ് MAD എന്ന് പറയുന്നത്, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. മാഡ് എന്ന് വെച്ചാൽ ഭ്രാന്ത്. കാര്യം റഷ്യയും അമേരിക്കയും ഇത്രയും ശത്രുത ഉണ്ടെങ്കിൽ അവർ എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാത്തത്? യുദ്ധത്തിലേക്ക് പോയാൽ 2 രാജ്യങ്ങൾക്കും ജയിക്കാൻ പറ്റത്തില്ല. 2 രാജ്യങ്ങളുടെ കയ്യിലും അറ്റോമിക് വെപ്പൺസ് ഉണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും, ഇന്ത്യയും ചൈനയും ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് യുദ്ധത്തിലേക്ക് പോകാത്തത്? യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വിജയികൾ ഉണ്ടാവില്ല. 2 രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ആണവായുധങ്ങൾ ഉപയോഗിക്കും, 2 രാജ്യങ്ങളും കത്തിച്ചാമ്പലാവും. ഇതാണ് ഡിറ്ററൻസ് റിലേഷൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പേടിയുള്ളത് കൊണ്ട് അവർ യുദ്ധത്തിലേക്ക് പോകത്തില്ല. സൂപ്പർ പവേഴ്സ്, ഇന്ത്യ ചൈന 2 സൂപ്പർ പവേഴ്സ്, അവർക്കിടെ യുദ്ധം ഉണ്ടാകുന്ന റീസൺസിലൊന്നും ഇതാണ്. ഈ അമേരിക്ക ചൈന, പക്ഷെ അമേരിക്ക ഇറാഖിൽ പോയി യുദ്ധം ചെയ്തിട്ടില്ല. കാര്യം ആ പാവപ്പെട്ടവരുടെ ഈ അണുവായുധം ഇല്ല. പക്ഷെ അതുപോലെ റഷ്യയുടെ യുദ്ധം ചെയ്യാൻ അമേരിക്ക പോകത്തില്ല, കാര്യം അണുവായുധമുണ്ട്. സോ ഇവിടുത്തെ കോണ്ടെക്സ്റ്റ് എന്താ? ബോത്ത് സൈഡ്സ് ഹാവ് കപ്പാസിറ്റി ടു റിറ്റാലിയേറ്റ് അഗേൻസ്റ്റ് ആൻ അറ്റാക്ക് ആൻഡ് കോസ് സോ മച്ച് ഡിസ്ട്രക്ഷൻ. അതാണ് 2 പേർക്കും പണി കിട്ടും. 2 പേര് ആര് യുദ്ധം തുടങ്ങി 2 പേർക്കും പണി കിട്ടും. പക്ഷെ റഷ്യ ഉക്രൈനെ പോയി അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് ആ പാവപ്പെട്ടവരുടെ അണുവായുധം ഇല്ല, അതുകൊണ്ട് പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റഷ്യക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ റഷ്യ അതുപോലെ ഒരിക്കലും ഇന്ത്യയോ ചൈനയോ ഇസ്രായേലിനെയോ പോയി അറ്റാക്ക് ചെയ്തില്ല. ഈവൻ നോർത്ത് കൊറിയ, ലോകത്തിലെ ഏറ്റവും പ്രശ്ന രാഷ്ട്രങ്ങളൊന്നാണ് നോർത്ത് കൊറിയ. എന്തുകൊണ്ടാണ് അമേരിക്ക നോർത്ത് കൊറിയ അറ്റാക്ക് ചെയ്തത്? നോർത്ത് കൊറിയ അമേരിക്കയുടെ 1000-1 സമ്പത്തോ സൈനിക ശക്തിയോ ഇല്ലാത്ത രാജ്യമാണ് നോർത്ത് കൊറിയ. 10,000-1. സ്റ്റിൽ നോർത്ത് കൊറിയയുടെ അണുവായുധമുണ്ട്. അപ്പോൾ അമേരിക്ക നോർത്ത് കൊറിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചാൽ അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റ് മൊത്തം നോർത്ത് കൊറിയ അറ്റം ബോംബിട്ട് തകർക്കും. ആ പേടി അമേരിക്ക. അങ്ങനെ ഡിറ്ററൻസ് റിലേഷൻഷിപ്പിൻ്റെ പ്രസക്തി അതാണ്, അല്ലേ? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അതുകൊണ്ട് തന്നെ പരസ്പരം യുദ്ധം ചെയ്യില്ല എന്നുള്ള ട്രീറ്റിക്ക് ഒരു ഒപ്പിടും. പക്ഷേ വിത്തിൻ എ ഡെക്കേഡ്, ഒരു 10 കൊല്ലത്തിന് ഒപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? ഇപ്പോൾ അമേരിക്ക റഷ്യയും തമ്മിൽ എത്രയോ കാലമായിട്ട് ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിന്റെ ഫസ്റ്റ് ഹാഫ് ശരിയാണ്, സെക്കൻഡ് ഹാഫ് തെറ്റാണ്. കണ്ടോ? അപ്പോൾ അതാണ് അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് എ പോളിസി ഓഫ് സ്റ്റേയിങ് ഔട്ട് ഓഫ് വാർ ആൻഡ് നോട്ട് ഹെൽപ്പിംഗ് ടു എൻഡ് വാർ, അതൊരു തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പം അമേരിക്ക റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ റഷ്യയും ഉക്രൈനും എതിരായിട്ടാണ് യുദ്ധം നടക്കുന്നത്. പക്ഷെ അപ്പോൾ അമേരിക്ക സ്റ്റെപ്പ് ഇൻ ചെയ്തു, യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എക്സ്ട്രീം കണ്ടീഷൻ ഓഫ് അൺഫ്രണ്ട്ലിനെസ്, ശത്രുത, അത്ര വലിയ ശത്രുതയൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും നമുക്കിടയിൽ ഡിറ്ററൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ നമ്മൾ ഫ്രണ്ട്ലി കൺട്രീസ് അല്ലേ. ഇപ്പോൾ എക്സ്ട്രീം ഭയങ്കര ശത്രുതയൊന്നും, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും നമുക്കത് അത്ര ഭീകരമായിട്ടുള്ള, ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ശത്രുത 2 രാജ്യങ്ങൾ തമ്മിലില്ല. ഇറ്റ്സ് എ കണ്ടീഷൻ ഓഫ് എക്സ്ട്രീം അൺഫ്രണ്ട്ലിനെസ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്, അല്ലേ? ഡിറ്ററൻസ് റിലേഷൻഷിപ്പ് ഈസ് ഓൾവേസ് ഗുഡ് ടു സം എക്സ്റ്റെൻറ്റ്.
അപ്പോൾ ഇതിൻ്റെ ഉത്തരം സി എന്നുള്ള ഉത്തരത്തിൽ ഇതിനകത്ത് എത്താൻ സാധിക്കും. ഇതാണ് നമ്മൾ കുറച്ച് അനലിറ്റിക്കലായി പഠിക്കണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് റാങ്ക് ഫയൽ മാത്രം വായിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല. റാങ്ക് ഫയലിൻ്റെ യുഗം അവസാനിച്ചു. പക്ഷേ ആർട്ട്, ലിറ്ററേച്ചർ അല്ലെങ്കിൽ IT, സ്പോർട്സ് പോലുള്ള സബ്ജക്റ്റുകൾ റാങ്ക് ഫയലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും മിക്കവാറും ചോദ്യങ്ങൾ. പക്ഷേ മറ്റ് സബ്ജക്റ്റുകൾ ആഴത്തിലുള്ള പഠനം വേണ്ടി വരും. റാങ്ക് ഫയൽ കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആഴത്തിൽ പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക. 2025-26 ഈ ഒരു പീരീഡിൽ നമുക്ക് സ്വപ്നം കണ്ട ഒരു ഡിഗ്രി ലെവൽ പദവി നേടിയെടുക്കണം. അതിനു വേണ്ടി നിങ്ങളുടെ കട്ടയ്ക്ക് ഞാനും ഉണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.